SFKയുടെ നോമിനേഷൻസ് ആണ് ഫാദർ. അടിയും ബഹളമൊന്നുമില്ലാതെ സമാധാനമായിട്ട് ഇലക്ഷൻ നടക്കണം. ശരി ഫാദർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. താങ്ക് യു. എന്നമോ പ്രചരണത്തിന് അധികം വെയിൽ കൊണ്ട് കറക്കല്ലേ. മുരളി, നമ്മുടെ പ്രചരണം ഇന്ന് തുടങ്ങാണ്. ഈ വർഷം നിന്റെ പാട്ട് വെച്ചാണ് ഉദ്ഘാടനം. ശരിയല്ല, അതൊക്കെ ശരിയോ? നീ വന്നേ. നവീന കവിതകൾ ഇലക്ഷൻ ക്യാമ്പയിനിന് വേണ്ടി വന്നാണ് മാഡം. പ്രിയ സുഹൃത്തുക്കളെ, SFKയുടെ ഈ വർഷത്തെ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുകയായി. അതിന് മുന്നോടിയായി നമ്മുടെ പ്രിയങ്കരനായ പാട്ടുകാരൻ മുരളി നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നതാണ്. സഖാക്കളേ ലാൽ സലാം, സമരധീരരേ ലാൽ സലാം, വിയർപ്പൊഴുക്കി വേല ചെയ്ത സമരധീരരേ ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. നിങ്ങൾ ചോര ചിന്തി ചിന്തി തന്നതല്ലയോ, തന്നതല്ലയോ ഞങ്ങൾ കയ്യിലേന്തിടുന്ന ചെങ്കൊടി, ചെങ്കൊടി. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വരാനിരിക്കുന്ന കോളേജ് ഇലക്ഷനിൽ DSUവിന്റെ സാരഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കോളേജിലെ പാട്ടുകാരനും നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാരനുമായ മുരളി ഒരു ഗാനം ആലപിക്കും. തിരുനെറ്റിക്കൊരു തിലകം ചാർത്തി അവകാശങ്ങൾ പിടിച്ചടക്കാൻ നേടിയെടുത്തവ നിലനിർത്താൻ വരുന്നു ഞങ്ങൾ. DSU, DSU, DSU. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. നിക്കടാ. ആരുമില്ല. സതീഷ, കഴിഞ്ഞ തവണ SFKന്റെ ഒരു പോസ്റ്റർ കീറിയതിന് കിട്ടിയ പാടുതരം മാറിയിട്ടില്ല. ഇപ്പൊ വേണോ പോസ്റ്റർ ഇടാ. ആ പോസ്റ്റർ വേണ്ടെങ്കിൽ പാടാ. പക്ഷേ നീ എന്താ കാണിക്കുന്നത്? നമ്മുടെ പോസ്റ്റർ അല്ലേ? നമ്മുടെ പോസ്റ്റർ തന്നെയാടാ. മോനെ, ഇത് ചെയ്തത് ഞാനാണെന്ന് നീ പറഞ്ഞാ പോലും ഇവിടത്തെ പിള്ളേര് വിശ്വസിക്കില്ലടാ. എന്തത്? ഇതാ ചക്കക്കുട്ടി. ചക്കയോ? നമ്മുടെ താരമോളെ ഇത്രയും നല്ല രീതിയിൽ അപമാനിച്ചതിന് P. സുകുമാരനും SFKയ്ക്കും ഈ കോളേജിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല മോനെ. ഇത്തവണത്തെ ഇലക്ഷൻ നമ്മൾ തന്നെ തൂത്തുവാരും അളിയാ. നീ ഒട്ടിച്ച രീതിയൊക്കെ കണ്ടില്ലേ? കണ്ടു. വായി നോക്കി നിൽക്കാറ, പോയി എല്ലായിടത്തും ഒട്ടിക്കണം. വൃത്തികെട്ടവനെ സൂക്ഷിച്ചൊട്ടിക്കുന്ന ചക്കരെ. ചക്കയോ? ഫോട്ടോയെക്കാളും വരച്ചപ്പോഴാ കാണാൻ ഭംഗി അല്ലേ? ചേച്ചി, ചേച്ചിക്ക് പറ്റിയ ചിഹ്നം. ഈ ചക്കയ്ക്ക് ഉപ്പുണ്ടോളിയാ? ടേസ്റ്റ് ചെയ്ത് നോക്കിയാ അറിയാളിയാ. ഇത് സുഖുവിന്റെ പണിയാ. അവനെ ഇത്രയ്ക്ക് ഹ്യൂമൻ ആകാൻ പറ്റും. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. താര ഞാനല്ല. താര, നമസ്കാരം. നമസ്കാരം. വോട്ടൊക്കെ നമുക്ക് തന്നെ അല്ലേ? സതീഷ, അതെ, ഇത് നമ്മുടെ മാധവിയുടെ അനിയനാ. നീ പോടാ. അത് പിന്നെ പറയാതെ എനിക്കറിയൂടെ. മാധവിയുടെ അനിയൻ നമുക്ക് തന്നെ അല്ലേ? ചെയ്യാം. നിങ്ങളാണ് നമ്മുടെ ബലം കേട്ടോ. കഷ്ടം. ഇത് കണ്ടില്ലേ? സ്ഥാനാർത്ഥികളെ കരിവാരിത്തേച്ച് കാണിക്കുന്ന പാരമ്പര്യമൊന്നും DSUക്കാർക്കില്ലേ? അതെ, നമ്മളൊക്കെ ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ മനസമാധാനത്തോടെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടാ. അത് ഓർത്ത് വേണം വോട്ട് ചെയ്യാൻ. ഇങ്ങനെയുള്ള വോട്ട് മുഴുവൻ വാങ്ങിച്ചെടുത്ത ഇലക്ഷൻ കഴിയുമ്പോ ഞങ്ങളൊക്കെ തലവഴി മുണ്ടുവിട്ട് നടക്കേണ്ടി വരുമല്ലോ നേതാവേ. വാ പറയട്ടെ. വന്നേ. നീ കൈയെടുക്കാൻ അനങ്ങരുത്. ആരേലും സൈക്കിൾ ചെയ്യാനാ ഉള്ളത്. അതിട്ട് നിന്റെ കഴുത്തിലൊരു പിടി പിടിച്ചാണല്ലോ. നീ വിട്ടാ നിനക്ക് എന്ത് കോപം? നീ കൈവിടെ ഒടിഞ്ഞ കയ്യാന്ന്. ആരാടാ ഇത് ചെയ്തത്? ആരാ ഇത് ചെയ്തതെന്ന്? ഇത് തന്നെ എനിക്കറിയാനുള്ളത്. ഞങ്ങളുടെ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ പോസ്റ്ററിൽ ഏത് തന്തയില്ലാത്തവനാ ഇത് ചെയ്തത്? മോനെ കഞ്ഞിക്കുഴി, നട്ടപ്പാതിരാക്കി വന്ന് സ്വന്തം സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ഇത്തരം വേണ്ടാതീരം കാണിക്കാനുള്ള ബുദ്ധി
ഈ തന്തയില്ലാത്തവന്റെ തലയിലെ ഉദിക്കൂ എന്നെനിക്ക് നന്നായിട്ട് അറിയാം. തന്തയ്ക്ക് പറഞ്ഞാണ്ടല്ലോ കാലത്ത് തന്നെ അടി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? ഇലക്ഷൻ കഴിയുന്നവരെ ഇവനെ ഇങ്ങനെ അറവുമാടിനെ പോലെ കൊഴിപ്പിച്ച് നിർത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യം. അറിഞ്ഞോ റസിയ ബാപ്പയുടെ കൂടെ ടി സി വാങ്ങിക്കാൻ ഓഫീസിൽ നിൽക്കുന്നു. സുഖു ഇവിടെ വഴക്കെടുന്ന കണ്ട പോയി വോട്ട് ചെയ്യും. റസിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാ BBC ചെല്ല്, പോയി എല്ലാവർക്കും ന്യൂസ് പെട്ടെന്ന് എത്തിച്ചു കൊടുക്ക്. അതെ, വോട്ടിന് വേണ്ടിയല്ല, ഞാനും താരയും തമ്മിലുള്ള ഉടക്ക് മൂപ്പിക്കാനാണ് നീ ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം. അവൾ എന്റെ പെണ്ണ. നിന്റെ പാർട്ടി പാനലിൽ മത്സരിക്കാതിരിക്കാൻ എന്നോടൊപ്പം ഇറങ്ങി വരാന്ന് പറഞ്ഞ പെണ്ണ്. അവളെ എന്നേക്കുമായി എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാന്നുള്ള നിന്റെ പൂതിയുണ്ടല്ലോ, അത് വെറുതെ. ഈ വീറും വാശിയൊക്കെ ഇലക്ഷൻ കഴിയുന്നവരെ ഉള്ളടാ. അതിനപ്പുറം പിണങ്ങി നിൽക്കാൻ എനിക്കോ അവൾക്കോ കഴിയില്ല. അതാണ് ഈ സ്നേഹത്തിന്റെ ഒരു കെമിസ്ട്രി. അത് നിന്നെ പോലെയുള്ള തൊഴുത്തിൽ കുത്തികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. സതീഷ, എന്താ ഇനി അവര് തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് നീ സ്വപ്നം കണ്ടതൊക്കെ വെറുതെയാ. ഇലക്ഷൻ കഴിയുമ്പോ അവൻ അവളെങ്ങ് കൊണ്ടുപോകും. ഇത്രയും കാലം ഓട്ടത്തൊട്ടില്ല നമ്മൾ വെള്ളം കോരിയത്, മനസ്സിലായോ? എടാ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാടാ താര സുഖുവിന് എഴുതിയ കത്ത് നിന്നെ കൊണ്ട് പൊക്കിച്ചത്. ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിയത് ഞാനല്ല, അവനാ സുകുമാരൻ. ലോകത്തൊരു കാമുകനും ചെയ്യാത്ത ചതിയാടാ സുഖു താരയോട് ചെയ്യാൻ പോകുന്നത്. അത് അവനല്ല ചെയ്തതെന്ന് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും താര വിശ്വസിക്കില്ല. നീ എന്താ ചെയ്യാൻ പോണം തെളിച്ചു പറ. എന്താ ചെയ്യാൻ പോകുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. സിനിമ വന്നിട്ടുണ്ട്. സാറുമാരും വിദ്യാർത്ഥി പ്രതിനിധികളും ഇരിക്കുന്ന സദസ്സിൽ ഒരു ബോംബ് പോലെയാണ് ഇത് പുറത്തു വരാൻ പോകുന്നത്. ഇലക്ഷൻ റിസൾട്ടിന്റെ കൂടെ പൊട്ടുന്ന ഒരു പ്രേമ ബോംബ്. പണി പാളോ? നീ പാളിക്കാതിരുന്നാ മതി. ഇത് വാടാ. എന്തായി? ഇവളാകെ മൂഡ് ഓഫാ. എന്തിന്? അവന്മാരൊട്ടിച്ച ആ പീറ പോസ്റ്റ് കണ്ടിട്ടാ? എന്റെ താരെ, അവന്മാര് തന്നെ അവഹേളിച്ചത് കണ്ടിട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിന്നു നടത്താൻ വിചാരിച്ചത്. എന്തായാലും ഉർവശി ശാപം ഉപകാരമായി. പ്രീ ഡിഗ്രി പിള്ളേരുടെയും പെൺകുട്ടികളുടെയും വോട്ട് സഹതാപ തരംഗത്തിൽ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. പിന്നെ തന്ത്രം പാളിയത് സുഖുവിനെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവൻ പുറത്തുനിന്ന് ആളെ ഇറക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരടി നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഇലക്ഷൻ കഴിയാൻ നിൽക്കണ്ട, തരപൊക്കോ. എന്നാ പോ നമുക്ക്. സുദേശ, ഞാൻ വീട്ടിലേക്കാ പോന്നെ. റിസൾട്ട് ഔട്ട് ആവുമ്പോ അവിടേക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. പോ പോട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. നിങ്ങളൊക്കെ ഇപ്പോഴാണോ വോട്ട് ചെയ്യാൻ വരുന്നത്? ക്യാമ്പയിനിങ്ങുമായിട്ട് കുറച്ച് തിരക്കിലായി പോയി. നമസ്കാരം സാർ. എന്താ എന്താ ഇത്? എന്റെ പൊന്നു സുഖു, ചതിക്കന്നെ, സാധനങ്ങളൊന്നും നശിപ്പിക്കന്നെ.
ഇതെന്താ കലാശാലയോ കലാപശാലയോ? അച്ചോ, സംഗതി പെശക. പുറത്തുനിന്നുള്ള ഗുണ്ടാൾ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പിതാവേ, നമ്മളിപ്പോ എന്നാ ചെയ്യണ്ടേ? പോലീസിനെ വിളിക്കച്ചോ, ഇല്ലെങ്കിൽ ഇവിടെ ശവപ്പുറമ്പാവും. ഹലോ, ഹലോ ഹലോ, സ്പെഷ്യൽ അനൗൺസ്മെന്റ്. കോളേജിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വോട്ടെണ്ണൽ നാളെ രാവിലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ വോട്ടെണ്ണി തീരുന്നത് വരെ പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതായിരിക്കും. ആയതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വിദ്യാർത്ഥികൾ എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ വോട്ടെണ്ണുമ്പോൾ അവളുടെ കത്ത് പുറത്തായ അത് പ്രശ്നമാണ്. കാലത്ത് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതേ ഞാനാന്ന് വിചാരിച്ചിരിക്കുക അവള്. അത് പിന്നെ അത്രയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ ഇതങ്ങനല്ല. ഞാൻ മാത്രമേ വായിക്കൂ എന്ന വിശ്വാസത്തിൽ ആ സ്വാതന്ത്ര്യത്തിൽ അവൾ എഴുതിയ കത്ത. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇത് ഞാൻ പരസ്യപ്പെടുത്തി അവൾ അറിഞ്ഞ അതോടുകൂടി എല്ലാം തീരും. ഓർത്തിട്ട് പ്രാന്താവും എനിക്ക്. ഇവിടെ കിടന്ന് ഭ്രാന്തെടുത്തിട്ട് എന്ത് കാര്യം? അവള് വീട്ടിൽ പോയിരിക്കണമെന്നല്ലേ അറിഞ്ഞത്. വീട്ടിൽ വിളിച്ച് അവളുടെ കാര്യം പറയടാ. എടാ, വീട്ടിൽ വിളിച്ചിട്ട് അവളെ കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവൾ എന്നെ വിശ്വസിക്കില്ല. പോസ്റ്റർ പ്രശ്നത്തിൽ തന്നെ നേരിട്ട് കാണാൻ ചെന്നപ്പോൾ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലേ. വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞ് എല്ലാം സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാ കഞ്ഞിക്കുഴി കൊള്ള റാസ്കല്. ആ കത്ത് പുറത്ത് വന്നാലല്ലേ പ്രശ്നമുള്ളൂ. ഇന്ന് രാത്രി നമുക്കത് പൊക്കിയാലോ? എങ്ങനെ? ബാലറ്റ് പട്ടികളെല്ലാം കൂടെ പ്രിൻസിപ്പാലിന്റെ മുറിക്കകത്തല്ലേ വെച്ചിരിക്കുന്നത്. അതിന്റെ താക്കോലും അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. എടാ, പക്ഷെ അതിനകത്തേക്ക് കയറുന്നത് എങ്ങനെ? കോളേജ് മുഴുവൻ പോലീസല്ലേ. പ്രിൻസിപ്പലിന്റെ റൂമിന് കാവലും കാണും. അതിന് വഴിയുണ്ട്. രജനിയുടെ വീട്ടിലെ വാച്ചറെ മയക്കാൻ സുവോളജി ലാബിന്ന് ഞാൻ അടിച്ചു മാറ്റിയ ക്ലോറോഫോം. വൃശ്ചികത്തിലെ മഴയാ, കൂട്ടിക്കിയ പെയ്യും. ആ 316 അവിടെ നിന്ന് ഞെരിപിരി കൊള്ളായിരിക്കും. ഈ റൗണ്ട് കഴിഞ്ഞ് നീ ചെന്ന് അയാളെ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ബോട്ടിലടച്ചു വെക്കേ. താക്കോൽ നോക്ക്. താക്കോൽ കിട്ടി. ഈ റൂമിലായിരിക്കുമോ? നമ്മുടെ ക്ലാസ്സിലെ 27-ാം നമ്പർ പെട്ടിയാ. നീ നോക്ക്. അപ്പോഴേക്ക് ഞാൻ പോയി താക്കോല് തപ്പിട്ട് വരാം. 16, 27.
പോലീസ് യുവന്മാർക്കൊക്കെ രാത്രി ഉറക്കമില്ലേ വെറുതെ. ഹലോ സുകുമാരനാ? ഓൾഡി 118 സുകുമാരന് ഫോൺ ഉണ്ടെന്ന് പറ. നീ എവിടെ എന്നെ എടുക്കുവാടാ ഔസേപ്പേ? അച്ഛന്റെ കുരിശുമാല കാണാതെ പോയത് നോക്കാൻ പറഞ്ഞത് മറന്നുപോയാ? എടാ കുരിശേ, നീ കറണ്ട് പോയത് കണ്ടില്ലയോ? ജനറേറ്റർ ഓൺ ചെയ്യുന്ന കാര്യമാണെങ്കിൽ നടക്കില്ല. ലീക്ക് പഴയതിനേക്കാൾ കൂടിയിരിക്കുക. നീ എന്നൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ലീക്ക് കൂട്ടാനോ അതോ കുറയ്ക്കാനോ? ജർമ്മൻകാർ വന്നിറങ്ങിയ സമയത്തുള്ള ജനറേറ്ററാ. ഒരു മെക്കാനിക്ക് വന്ന് തൂത്തു കൊടുച്ചാൽ എന്താവാൻ? എന്തായാലും ജനറേറ്റർ ഓൺ ചെയ്യ്, അല്ലെങ്കിൽ ഇന്ന് കോളേജ് നടന്ന അടിയുടെ ബാക്കി ഇവിടെ നടക്കും. കോമ്പൗണ്ടിനകത്ത് ഒരുത്തൻ കേറിയിട്ടുണ്ടെന്ന് പോലീസുകാർ പറഞ്ഞു. എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നതിന് മുമ്പ് പോയി ജനറേറ്റർ ഓൺ ചെയ്യടോ. പോരാത്തതിന് ഒടുക്കത്തെ പിള്ളേര്. നരകം അവിടെ അല്ല കർത്താവേ, ഇവിടെ. ആരാ? സുഖമാണ്, ഒരു കോളുണ്ട്. ഞെട്ടിപ്പോയി. ഹലോ, ഞാനാടാ. നീ എവിടുന്ന? ഒരു ബൂത്തുന്നാ. നീ ഹോസ്റ്റലിൽ എത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഏതായാലും ഇപ്പൊ നീ ഇങ്ങോട്ട് വരണ്ട, പുറത്ത് പോലീസുകാരുണ്ട്. ദിനേശിന്റെ മണിയുടെ വീട്ടിൽ പോയി കിടന്നിട്ട് കാലത്ത് ഇങ്ങോട്ട് വന്നാൽ മതി. ശരി ശരി.